ഹലോ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലേ. കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് എല്ലാവരും കണ്ടായിരുന്നോ? ഓക്കെ, എല്ലാവരും അത് നന്നായി പഠിച്ചോ? കഴിഞ്ഞ ആഴ്ചത്തെ വാക്യം എത്ര പേർക്ക് പറയാൻ പറ്റും? കൈയൊന്ന് പൊക്കാമോ? ഓക്കെ, നിങ്ങൾ വാക്യമൊക്കെ കാണാതെ പഠിച്ചായിരുന്നു അല്ലേ. ഓക്കെ, സോ ഇന്ന് നമ്മൾ മറ്റൊരു പാഠം പഠിക്കാനായിട്ട് പോവുകയാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു? എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടോ പഠിക്കാൻ? ഓക്കെ, എല്ലാവരും ഇൻട്രസ്റ്റോടെ ചിരിച്ച മുഖവുമായിട്ടിരിക്കുകയാണല്ലേ. ഓക്കെ, സോ ഇന്ന് നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അതിന് മുൻപായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇരിക്കുന്നിടത്ത് കണ്ണൊന്നടയ്ക്കാമോ? കണ്ണടച്ച് കൈകൾ കൂപ്പി നമുക്ക് യേശുപ്പിച്ചനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. അങ്ങനെ സന്നിധിയിൽ ഞങ്ങൾ പഠിക്കുന്നതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണം. ഞങ്ങൾ പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെല്ലാവരെയും ഒരുപോലെ അങ്ങ് അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങൾ കൂടെ ഇരിക്കണം. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട് പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. മുഴുവൻ മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഓക്കെ, സോ ഇന്ന് നമ്മൾ മറ്റൊരു പാഠം പഠിക്കാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? 10 കറക്റ്റ്, യെസ്, അത് തന്നെ, കറക്റ്റ്. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 10 ബാധകളെ പറ്റി പഠിച്ചല്ലേ. 10 ബാധകൾ ഏതൊക്കെയായിരുന്നു? 10 ബാധകൾ അയച്ച് ഈജിപ്തിലുള്ള ആളുകളെല്ലാം നശിപ്പിച്ച് പഠിച്ചു അല്ലേ. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞുള്ള ആഴ്ച നമ്മൾ എന്ത് പഠിച്ചു? ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന് അത്ഭുതകരമായ നിലയിൽ ഈജിപ്തിലെ ഫറവോന്റെയും സംഘത്തിന്റെയും പിടിയിൽ നിന്നും രക്ഷപ്പെടുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. കഴിഞ്ഞ ആഴ്ചത്തെ വാക്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഞാൻ ഇടയ്ക്ക് ചോദിക്കും. ഓക്കെ, സോ നിങ്ങൾ വാക്യമൊക്കെ നന്നായി പഠിക്കണം. പറഞ്ഞ വേദഭാഗം നിങ്ങൾ വായിക്കണം. കൂടുതൽ ദൈവജനം ഹൃദയസ്ഥമാക്കുവാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. ഓക്കെ, സോ ഇന്ന് നമ്മൾ മറ്റൊരു പാഠം പഠിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 12 ട്രൈബ്സ് ആൻഡ് ദ 12 സ്പൈസ്. അപ്പം 12 ഗോത്രങ്ങളെ പറ്റി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പെട്ടെന്ന് നോക്കി ഒന്ന് പഠിക്കാൻ പോവുകയാണ്. 12 ഗോത്രങ്ങളും അതിലെ 12 ഉറ്റുനോക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരും. ഓക്കെ, സോ അതിന് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. സോ നമ്മൾ പഠിച്ചായിരുന്നു, കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് എവിടെയായിരുന്നു? മോശയും സംഘവും ചെങ്കടൽ കടന്ന് അവിടെ നിന്ന് അത്ഭുതകരമായ നിലയിൽ രക്ഷപ്പെട്ടു. പിന്നെയും അവർ അങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെട്ടവർ ഇസ്രായേൽ മക്കളും യോശുവയും അഹരോനും എല്ലാം കൂടി എന്ത് ചെയ്യാണ്? നടന്ന് മറ്റൊരു സ്ഥലത്തെത്തി. അപ്പോൾ ഇവരെ എങ്ങോട്ടാ മോശ കൊണ്ടുപോകുന്നതെന്നറിയാമോ? ഇവരെ എങ്ങോട്ടാ മോശ കൊണ്ടുപോകുന്നത്? നിങ്ങൾക്ക് പറയാമോ? എങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുന്നത്? പിക്നിക്കിന് കൊണ്ടുപോകണോ? അല്ല, എവിടെ കൊണ്ടുപോകുന്നേ? യെസ്, കറക്റ്റ്. അവർക്ക് പ്രോമിസ് ലാൻഡിലേക്ക് കൊണ്ടുപോവാണ്. ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തിലേക്ക് മോശയാൽ നയിക്കപ്പെടുകയാണ് അല്ലേ. അപ്പം മോശ ദൈവത്തിൻ്റെ പ്രത്യേക അരുളപ്പാട് പ്രകാരം ഇസ്രായേൽ മക്കളെ, അവിടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന കഷ്ടതയിൽ കൂടി കടന്നു പോയ ഇസ്രായേൽ മക്കളെ എന്ത് ചെയ്യാണ്? അതെ, പല പരീക്ഷണങ്ങളിലൂടെ അവരെ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ നടന്ന് ഇവരെവിടെ എത്തിയെന്നറിയാമോ? ഇവർ വന്ന് കനാൻ ദേശത്തിൻ്റെ അടുത്തെത്തി. അവര് വന്ന് പാരാൻ ഭൂമിയിൽ നിന്നും അവരെന്ത് ചെയ്തു? അവര് ഒരു വലിയ നീക്കം കൂടെ നടത്താൻ പോകുക. എന്താണെന്നറിയാമോ? ഓക്കെ, ആ ഒരു മരുഭൂമിയിൽ വന്നപ്പോൾ മോശ അവിടെ ടെൻ്റ് അടിക്കാൻ പറഞ്ഞു. മോശ പലയിടത്ത് ടെൻ്റ് അടിച്ചു അല്ലേ. പല സ്ഥലങ്ങളിൽ ടെൻ്റ് അടിക്കാൻ പറഞ്ഞു. അപ്പം ഇവിടെ പ്രത്യേക ഒരു സംഭവം നമ്മൾ കണ്ടു അല്ലേ. 10 കൽപ്പനകളൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? നമ്മൾ 10 കൽപ്പനകൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, സോ ഇസ്രായേൽ മക്കളും
മോശയും കൂടി എന്ത് ചെയ്യാണ്, ഒരു കനാൻ ദേശത്തിന്റെ അടുത്ത് വന്ന് അവരെ അവിടെ കൂടാരം അടിച്ചു. അവിടെ നിന്നു ദൈവം മോശയോട് അരുളി ചെയ്തത്, നിന്റെ ഇസ്രായേൽ മക്കളിൽ നിന്നും എല്ലാ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ വെച്ച് എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം. അപ്പം മൊത്തത്തിൽ ഏകദേശം എത്ര ഗോത്രങ്ങളുണ്ട്? 12 ഗോത്രങ്ങളുണ്ട് അല്ലേ? 12 ട്രൈബ്സ്. 12 ഗോത്രത്തിൽ നിന്നും എന്തോ ചെയ്യണം, ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ വെച്ച് തിരഞ്ഞെടുക്കണം. അപ്പം നമ്മൾ ഈ എന്തിനാ തിരഞ്ഞെടുക്കുന്നതെന്ന് അറിയാമോ? യെസ്, ദൈവം പറഞ്ഞത് ഈ പ്രോമിസ് ലാൻഡിലേക്ക്, അതായത് ദൈവം മോശയ്ക്കും അല്ലെ ഇസ്രായേൽ മക്കൾക്കും എല്ലാവർക്കും കൊടുക്കുവാൻ വേണ്ടി വാഗ്ദത്തം ചെയ്ത നാട് കനാൻ ദേശം എന്ത് ചെയ്യണം, ഉറ്റുനോക്കാൻ വേണ്ടി 12 പേരെ 12 ഗോത്രങ്ങളിൽ നിന്നും അയക്കണമെന്ന് പറഞ്ഞു. ആ അരുളപ്പാട് പ്രകാരം മോശ എന്ത് ചെയ്തു, ഈ ഗോത്രത്തിൽ നിന്നും 12 പേരെ തിരഞ്ഞെടുത്തു. ആരൊക്കെയാണെന്നറിയാമോ? 12 ഗോത്രങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? 12 ഗോത്രങ്ങൾ അറിയാം, 12 പേരെയും നന്നായി അറിയാം. അപ്പോൾ ഓരോന്നോരോന്ന് നമ്മളൊന്ന് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പം ആദ്യത്തെ ഗോത്രമാണ് രൂബേൻ ഗോത്രം. എന്താണ്? രൂബേൻ ഗോത്രം. രൂബേൻ ഗോത്രത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളാരാന്നറിയാമോ? ശമുവ. ഓക്കെ, സോ റൂബേൻ ഗോത്രത്തിൽ നിന്നും ശമുവയെ തിരഞ്ഞെടുത്തു. രണ്ടാമതായി ഷിമയോൻ ഗോത്രത്തിൽ നിന്നും ഷാഫാത്തിനെ തിരഞ്ഞെടുത്തു. മൂന്നാമതായി യഹൂദ ഗോത്രത്തിൽ നിന്നും കാലേബിനെ തിരഞ്ഞെടുത്തു. ഇസക്കാർ ഗോത്രത്തിൽ നിന്നും ഈഗലിനെ തിരഞ്ഞെടുത്തു. എഫ്രൈം ഗോത്രത്തിൽ നിന്നും യോശുവയെ തിരഞ്ഞെടുത്തു. ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നും പൽത്തിയെ തിരഞ്ഞെടുത്തു. സെബലൂൻ ഗോത്രത്തിൽ നിന്നും ഗദിയേലിനെ തിരഞ്ഞെടുത്തു. പിന്നെ യോസെഫിന്റെ ഗോത്രമായ മനേഷയിൽ നിന്നും ഗാദിയെ തിരഞ്ഞെടുത്തു. ദാൻ ഗോത്രത്തിൽ നിന്നും അമിയേലിനെ തിരഞ്ഞെടുത്തു. അഷേർ ഗോത്രത്തിൽ നിന്നും സേഥൂറിനെ തിരഞ്ഞെടുത്തു. നഫ്താലി ഗോത്രത്തിൽ നിന്നും നഹ്ബിയെ തിരഞ്ഞെടുത്തു. ഗാദ് ഗോത്രത്തിൽ നിന്നും ഗൈവേലിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ 12 ഗോത്രങ്ങളിൽ നിന്നും 12 പേരെ തിരഞ്ഞെടുത്തു. എങ്ങോട്ടാ അയച്ചത്? യെസ്, കനാൻ ദേശം ഉറ്റുനോക്കാനായിട്ട്. കനാൻ ദേശത്തെ പറ്റി ഇസ്രായേൽ മക്കളുടെ മനസ്സിലുള്ള ചിത്രം എന്താണെന്നറിയാമോ? പാലും തേനും ഒഴുകുന്ന ദേശമാണ് കനാൻ ദേശം. അപ്പോൾ ദൈവം ഇവർക്ക് വേണ്ടി പ്രോമിസ് ചെയ്ത ഭൂമിയാണ് കനാൻ ദേശം. ഈ പാലും തേനും ഒഴുകുന്ന ഈ ദേശത്ത് പോയിട്ട് എന്ത് ചെയ്യണമെന്ന അവരെ പോയി ഉറ്റുനോക്കണം. എന്തൊക്കെയാ ഉറ്റുനോക്കാൻ പറഞ്ഞെന്നറിയാമോ? ഞാനിനി പറയാൻ പോകുന്ന ശ്രദ്ധിച്ചു കേട്ടോണം. അവിടുത്തെ ആളുകൾ എങ്ങനെയുള്ളതാണ്? ബലവാന്മാരാണോ അതോ ബലഹീനരാണോ എന്ന് നോക്കണം. പിന്നെ അവിടുത്തെ ഫലം, അവിടുത്തെ മണ്ണിന്റെ ഫലപുഷ്ടി എങ്ങനെയുണ്ടെന്ന് നോക്കണം. അതുപോലെ അവിടുത്തെ മറ്റ് കോട്ടകളാണോ, അവിടുത്തെ ഈ സെറ്റിങ്സ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഉറ്റുനോക്കിയിട്ട് ഈ 12 പേരുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇനി മുമ്പോട്ട് കാര്യങ്ങൾ പോകാനിരിക്കുന്നത്. അപ്പോൾ ഈ 12 പേരെ എന്ത് ചെയ്തു? ഉറ്റുനോക്കാനായിട്ട് മരുഭൂമിയിൽ നിന്നും എന്ത് ചെയ്തു? അവരെ നേരെ അയച്ചു അല്ലേ? ഇവരെ നേരെ അയച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവര് 12 പേരും കൂടി കനാൻ ദേശം ഉറ്റുനോക്കാനായിട്ട് പോയി. അങ്ങനെ 40 ദിവസം, ഏകദേശം 40 ദിവസം ഇവരെന്ത് ചെയ്തു? ഈ കനാൻ ദേശം മൊത്തമായി ചുറ്റോട് ചുറ്റും ഉറ്റുനോക്കി അവർ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇനിയുമാണ് ഒരു രസകരമായ സംഭവം നമ്മൾ കേൾക്കാൻ പോകുന്നത്. 12 പേരെയും മോശ എന്ത് ചെയ്തു? ഈ കനാൻ ദേശം ഉറ്റുനോക്കുവാനായിട്ട് അയച്ചു. പക്ഷെങ്കിൽ ഈ 12 പേരുടെ റിപ്പോർട്ട് എന്താണെന്ന് അറിയണ്ടേ? ഇവർ അവിടെ ചെന്ന് ഉറ്റുനോക്കിയിട്ട് എന്താ റിസൾട്ട് എന്ന് അറിയണ്ടേ അല്ലേ? അപ്പോൾ ഓരോരുത്തരായിട്ടും അഹരോനും മോശയും ഇസ്രായേൽ സഭകളും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് ഈ പോയി വന്നവരുടെ റിപ്പോർട്ട് അറിയാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്.
അപ്പോൾ ആദ്യം ഓരോരുത്തരായി എന്ത് ചെയ്തു? റിപ്പോർട്ട് കൊടുത്തു. എന്ത് റിപ്പോർട്ടായിരിക്കും കൊടുത്തത്? ഈ പാലും തേനും ഒക്കെ ഒഴുകുന്ന ദേശത്തിൽ നിന്നും ഉറ്റുനോക്കാൻ പോയിട്ട് അവിടെ പോയി വാച്ച് ചെയ്തിട്ട് വന്നവർ എന്ത് ഇതായിരിക്കും കൊടുക്കുന്നത്? എന്ത് റിപ്പോർട്ടായിരിക്കും കൊടുക്കുന്നത്? നല്ലതായിരിക്കുമോ, പോസിറ്റീവ് ആയിരിക്കുമോ, അതോ നെഗറ്റീവ് ആയിരിക്കുമോ? ഓക്കെ നിങ്ങൾക്കറിയല്ലേ? അപ്പം ഇവർ ഓരോരുത്തരായിട്ട് ഇവരുടെ റിപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ ഫലങ്ങളൊക്കെ അവർ എന്ത് ചെയ്തു? അവിടുന്ന് പറിച്ചുകൊണ്ടൊക്കെ വന്നു. മുന്തിരിയും അവിടെ ഫലങ്ങൾ അവിടെ നട്ടു വളർത്തി അവിടെ ഫലപുഷ്ടിയുള്ള ഫലങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇതൊക്കെയാണ് അവിടുത്തെ ഏറ്റവും നല്ല നല്ല ഫലങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു അല്ലേ. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് പറഞ്ഞത് പാലും തേനും ഒഴുകുന്ന ദേശമൊക്കെ തന്നെ സത്യമാണ്. പക്ഷെങ്കിൽ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര ബലവാന്മാരാണ്. അവിടുത്തെ ആളുകൾ ഭയങ്കര വലിപ്പമുള്ളവരാണ്. നമ്മളൊക്കെ അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പം വെട്ടിക്കിളികളെ പോലെ തോന്നും, ഗ്രാസ് ഓഫറിനെ പോലെ തോന്നും. അപ്പം ഇങ്ങനെ ഓരോരുത്തർ എന്ത് ചെയ്തു? റിപ്പോർട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ പാലും തേനും ഒക്കെ ദൈവം വാഗ്ദത്തം ചെയ്ത ദേശമാണ്. പക്ഷെങ്കിൽ ഈ ഉറ്റുനോക്കാൻ പോയവരെന്ത് ചെയ്യാണ്? നെഗറ്റീവ്സ് ആണ് പറയുന്നത്. പിന്നെ അവിടുത്തെ ആളുകൾ നമ്മളെ കൊന്നുകളയും, നമുക്കിനിയും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യാണ്? പറയാണ്. അപ്പോൾ തന്നെ അങ്ങനെ നെഗറ്റീവ് കേട്ടപ്പോൾ തന്നെ ഈ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യാണ്? കൂട്ടം കൂടി മനസ്സ് ചിന്തിക്കുക, അയ്യോ നേരെ തിരിച്ചങ്ങ് ഈജിപ്തിൽ പോയാൽ മതി, ഒന്നും അല്ലെങ്കിൽ അവിടെ അടിമപ്പണി ചെയ്തിട്ടാണെങ്കിലും ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ആ പടി പിറുപിറുക്കാൻ തുടങ്ങി അല്ലേ. പിറുപിറുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ 12 പേരല്ലേ അയച്ചത്? 12 പേരിൽ 10 പേരുടെയും റിപ്പോർട്ട് എന്താണ്? നെഗറ്റീവാണ്. എന്തുവാ നെഗറ്റീവ്? അവിടുത്തെ ആളുകളൊക്കെ ഭയങ്കരമായ അനാക്യന്മാരും അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. നമുക്ക് അവരെ ഒരു കാരണവശാലും ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കവിടെ കയറിക്കൂടാൻ പറ്റത്തില്ല. അപ്പോൾ ഈ 10 പേരുടെ റിപ്പോർട്ട് കഴിഞ്ഞ് 11ഉം 12ഉമായ റിപ്പോർട്ടുകൾ ആരൊക്കെയാണെന്നറിയാമോ? ആരൊക്കെയാ? യെസ്, കാലേബും യോശുവയും നേരെ വിപരീതമായ റിപ്പോർട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ 12 പേരിൽ നിന്ന് ഇവർ 2 പേരും മാത്രമാണ് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടെ പോയി കണ്ട ദേശത്തെ പറ്റി റിപ്പോർട്ട് പറഞ്ഞത്. എന്താ പറഞ്ഞേ? ദേശം നല്ലതാണ്, പാലും തേനും ഒഴുകുന്ന ദേശമാണ്. അവിടുത്തെ ആളുകളൊക്കെ ഭീകരന്മാരാണെങ്കിലും ദൈവം കൽപ്പിച്ചതുപോലെ ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ദേശം എന്ത് ചെയ്യാൻ പറ്റും? കൈപ്പറ്റാനായിട്ട്, നമുക്ക് നേടാനായിട്ട് പറ്റും, ആ ദേശത്ത് ചെല്ലാൻ പറ്റുമെന്ന് പറഞ്ഞു. ഉടനെ ആളുകൾ എന്ത് ചെയ്തു? ഈ 10 പേരും യോശുവയ്ക്കും കാലേബിനുമെതിരെ തിരിഞ്ഞു. അവർ കല്ലെറിയാനൊക്കെ തുടങ്ങി. ഞങ്ങളും പോയതല്ലേ, ഞങ്ങളും കണ്ടതല്ലേ. പക്ഷേ യോശുവയുടെയും കാലേബിൻ്റെയും മനസ്സിൽ എന്തുകൊണ്ട് അങ്ങനൊരു ചിന്ത വന്നത് പറയാമോ? യെസ്, തീർച്ചയായിട്ടും ദൈവത്തിലുള്ള വിശ്വാസം അല്ലേ. ദൈവത്താൽ എല്ലാം സാധ്യമാണ് അല്ലേ. നമുക്ക് എത്ര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യവും നമ്മൾ പഠിച്ചതുപോലെ ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് നമുക്ക് ഇമ്പോസിബിൾ ആണെന്ന് ചിന്തിച്ചു. പക്ഷേ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. ചെങ്കടൽ 2ആയി പിളർന്നു, ആളുകൾ കടന്നുപോയി, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെയും ദൈവം കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടാകണം അല്ലേ. അപ്പം കാലേബും യോശുവനെയും പോലെ അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് മെയിനായിട്ട് എന്താണ്? 12 ഗോത്രങ്ങളെ പറ്റിയും അവിടെ നിന്ന് തിരഞ്ഞെടുത്ത 12 പേരെ പറ്റിയാണ്. അതിൽ 10 പേരും എന്താണ്? 10 പേരും നെഗറ്റീവായിരുന്നു, ദൈവം കൂടെ ഇല്ല എന്നുള്ള ചിന്ത ഉള്ളവരായിരുന്നു. എന്നാൽ 2 പേര് കാലേബും യോശുവയും വളരെ വിശ്വാസമുള്ളവരായി, ദൈവത്തിൽ ഉറച്ച വിശ്വാസമുള്ളവരായി, എത്ര പ്രതികൂലങ്ങളെയും സാരമില്ല എന്ന് കണ്ട് അതിനെ ദൈവത്താൽ സാധ്യമാക്കിയെടുക്കുവാനുള്ള ആ വിശ്വാസമുള്ളവരായിരുന്നു. ആരൊക്കെയാണ്? യോശുവയും കാലേബും. അപ്പോൾ എന്നെ കേൾക്കുന്ന കൂട്ടുകാരെ ഒന്ന് ശ്രദ്ധിക്കാമോ? നിങ്ങൾക്ക് ഈ 12 പേരിൽ ഈ 10 പേരെ പോലെ ആകണോ, അതോ ഈ 12 പേരിൽ 2 പേരെ പോലെ ആകണോ? ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നതാണോ ഇഷ്ടം, അതോ ദൈവത്തിൽ വിശ്വാസമില്ലാതെ ഭീരുക്കളായിട്ട് പേടിയുള്ളവരായിട്ട് ജീവിക്കാനാണോ ഇഷ്ടം? എല്ലാവർക്കും യോശുവയെ പോലെയും കാലേബിനെ പോലെയും ജീവിക്കാനാണ്
ഇഷ്ടം അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാഠം മെയിനായിട്ട് 12 ഗോത്രങ്ങളെ പറ്റിയും 12 പേരെ പറ്റിയുമായിരുന്നു. ഓക്കെ. സോ ഇന്ന് നമ്മൾ മനപ്പാഠം ബൈബിളുള്ളവരെല്ലാവരും ബൈബിൾ എടുത്ത് വേഗത്തിൽ ബൈബിൾ എടുത്ത്. ഓക്കെ. സോ ബൈബിൾ എടുത്തു എന്ന് വിശ്വസിക്കുന്നു. സങ്കീർത്തനങ്ങൾ 118 8 വാക്യം. സങ്കീർത്തനങ്ങൾ 118 8 വാക്യം. സാംസ് 118 വേഴ്സ് 8. ഓക്കെ. സോ വാക്യം ഇങ്ങനെയാണ്: മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഓക്കെ. നിങ്ങൾക്കറിയാവുന്ന ചെറിയ ഒരു വാക്യമാണ്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്, യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഓക്കെ. നിങ്ങൾ ചെറിയ വാക്യമായതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങളത് കാണാപ്പാഠം പഠിക്കുമെന്ന് എനിക്ക് അറിയാം. ഓക്കെ. അപ്പം നെക്സ്റ്റ് വീക്ക് എന്ത് ചെയ്യണം? ഈ വാക്യവും ഈ വേദഭാഗവും ഞാനിപ്പോൾ പറഞ്ഞ 12 ഗോത്രങ്ങളെ പറ്റിയും അതിൻ്റെ ഡീറ്റെയിലും എവിടെയാണ് ബൈബിളിലുള്ളതെന്ന് അറിയാമോ? യെസ്, നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും ഇതിൻ്റെ പൂർണ്ണമായ രൂപം നിങ്ങൾക്ക് കിട്ടും. ആ വേദഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കണം. അതുകൂടാതെ ഈ വാക്യവും നിങ്ങൾ വായിച്ച് പഠിക്കണം. ഓക്കെ. അപ്പോൾ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുള്ളവരായി നമ്മൾ എന്ത് ചെയ്യണം? മുന്നേറണം. ഏത് ഇമ്പോസിബിലിറ്റിയും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും വിശ്വാസത്തോടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പോസിബിളാക്കി എടുക്കാൻ പറ്റും. ഓക്കെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ്, നമ്മുടെ ക്ലാസ് പോസ് ചെയ്യാം. ഓക്കെ. എല്ലാവരും കൈകൂപ്പിക്കുകയെ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ക്ലാസ്സുകൾ പഠിക്കുവാൻ നീ തന്ന കൃപയ്ക്കായ സ്തോത്രം. പങ്കെടുത്ത കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ അങ്ങ് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. ഞങ്ങൾ കേട്ടതുപോലെ യോശുവയെ പോലെയും കാലേബിനെ പോലെയും അങ്ങിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കർത്താവെ അങ്ങ് തരുന്ന ദാനങ്ങളെല്ലാം അനുഭവിപ്പാൻ ഇവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടനായിട്ട് സ്തോത്രം. മുഴുമഹത്വം അങ്ങയ്ക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. God bless you.